ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സാംസ് പെറ്റ്സിന്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർന്ന് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു, അത് അടിച്ചുപോയി. അപ്പോൾ നമ്മൾ പുതുതായിട്ട് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തെ വീഡിയോ ആയിട്ടുള്ളൂ. നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കയറി വരാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ വളർന്നു വരികയുള്ളൂ. ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ നിങ്ങളുടെ കൈകളിൽ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. സോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു 3-4 പപ്പീസ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫാൻസി കോഴിയുണ്ട്. പിന്നെ അത്യാവശ്യം കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രാവുകളാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് എനിക്കിവിടെ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിൽവർ ലൈസ് എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ട കോഴിയാണ്. ഇത് അത്യാവശ്യം നല്ല ചെറിയ സൈസും അതുപോലെ നല്ല കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ളതും നല്ല അഗ്രസീവായിട്ടുള്ള നല്ല കോഴിയാണ് കേട്ടോ. നല്ല മനുഷ്യൻ്റെ അടുത്ത് നല്ല ഇണക്കമുള്ള കോഴിയാണ്. ഇപ്പോൾ നിങ്ങൾക്കിത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ വിളിച്ചാൽ മതി. നമുക്കപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് എത്തിച്ചു തരുവാനായി കഴിയും. ഇതിൽ നമ്മൾ നല്ല പൂവോട് കൂടി കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അതിൻ്റെ ചാവൽ. ചെറിയ സൈസിൽ കാണുന്നതാണ് അതിൻ്റെ പിടക്കോഴി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സിൽവർ ലൈസിൽ തന്നെ വേറെ ഒരു കളർ വെറൈറ്റിയാണ്. അതിന് മെയിൽ ചാവൽ വന്നിട്ട് മെയിൽ ചാവലല്ല, മെയിൽ അല്ലെങ്കിൽ ചാവൽ. അത് നമ്മുടെ മുള്ളനായിട്ട് നിൽക്കുന്നത് അതാണ് അതിൻ്റെ മെയിൽ. നമ്മുടെ റൈറ്റ് സൈഡിൽ നിൽക്കുന്നതാണ് ഫീമെയിൽ. ഇതും സിൽവർ ലൈസിൻ്റെ വർഗത്തിൽപ്പെട്ട കോഴികളാണ്. രണ്ടും മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 കോഴികളും 2 പേരും മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ നല്ല രീതിയിൽ വില കുറച്ച് നമുക്ക് തരാൻ പറ്റും. നമുക്കിപ്പോൾ യൂട്യൂബിൽ ഇതിൻ്റെ വിലയിടാൻ പാടില്ല, അങ്ങനെയൊക്കെ എനിക്ക് അറിവ് കിട്ടിയിരിക്കും. ശരിയാണോ തെറ്റാണോ അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കും അറിയാമെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ഇടണേ. നമുക്ക് സെയിൽ പോസ്റ്റ് ഇടാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. നമ്മളിപ്പോൾ അടുത്ത് കാണുന്ന ഈ സാധനങ്ങളാണ് നമുക്ക് സ്പെഷ്യൽ. നമ്മൾ മിനിയേച്ചർ പോകുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിൽ ഞാൻ ഒരുപാട് വിറ്റിട്ടുണ്ട്. ഏകദേശം 6-7 വർഷമായി ഞാൻ കട തുടങ്ങിയിട്ട്. പക്ഷേ ഇത്രയും ചെറിയ സൈസിലുള്ള മിനിയേച്ചർ ടൈപ്പ്, ഒറിജിനൽ മിനിയേച്ചർ പോമല്ല, നമ്മുടെ മിനിയേച്ചർ ടൈപ്പ് എന്ന് പറയും. പക്ഷേ വളരെ ചെറുതാണ് കേട്ടോ. നമ്മൾ എൻ്റെ ഉള്ളം കയ്യിലിരിക്കത്തക്ക രീതിയിലുള്ള വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. 35 ദിവസം പ്രായമുണ്ട്. പക്ഷേ അത് നമ്മൾ കയ്യിലെടുത്ത് വയ്ക്കുമ്പോൾ എൻ്റെ കൈ പത്തിക്കാതിരിക്കാനുള്ള സൈസേ ഉള്ളൂ. അത്ര ചെറുതാണ്. നല്ല ക്യൂട്ടാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ഹെയർ ക്വാളിറ്റി ഉണ്ട്. ഇത് നമ്മൾ വളരെ വളരെ വില കുറച്ച് നമുക്കിതിൻ്റെ ആക്ച്വൽ പ്രൈസിനേക്കാളും വില കുറച്ചാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കുക. കാര്യം പെട്ടെന്ന് പോകുന്ന സാധനം ഉറപ്പാണ്. പെട്ടെന്ന് ആരെങ്കിലും വാങ്ങിക്കുക സാധനം കൺഫേമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് എത്താൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ട അത് മെയിലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെയുള്ളത് തന്നെയാണ്, ഫീമെയിൽ പപ്പിയാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല ചെറിയ പട്ടിക്കുഞ്ഞുങ്ങളാണ്. 35 ദിവസം പ്രായമുണ്ടെങ്കിൽ അത് അതിനുള്ള സൈസല്ല, വളരെ വളരെ ചെറിയ സൈസായിരിക്കും. വളർന്നു വന്നാലും വളരെ ചെറിയ സൈസ് പപ്പി. ഇത് ഈ കാണുന്ന എൻ്റെ പെറ്റ്, ഞാൻ ഇവിടെ വളർത്തുന്ന, എൻ്റെ ഷോപ്പിലിട്ട് ഞാൻ വളർത്തുന്ന നമ്മുടെ പൂച്ചയാണ്. അതിപ്പോൾ കൊടുക്കാൻ വേണ്ടിയുള്ള സാധനമല്ല അത് കേട്ടോ. അത് എൻ്റെ പെറ്റാണ്. ഞാൻ കടയിൽ ഇനി സമയം പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വളർത്തുന്ന സാധനമാണ്. ഇവനെ കൊടുക്കാനുള്ളതല്ല. ഇതൊരു ഫീമെയിലാണ്, കടയിലിട്ട് വളർത്തുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പൂച്ചകളെ വേണമെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. നമ്മൾ ഇതിനേക്കാളും വളരെ മനോഹരമായ വേറെ പൂച്ചകൾ അകത്ത് എൻ്റെ ഷോപ്പിനകത്ത് വേറെ കിടപ്പുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മറ്റൊരു എപ്പിസോഡിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ പൂച്ച ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മിനിയേച്ചർ പോം ടൈപ്പിൻ്റെ മെയിൽ പപ്പിയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ടോയ് പോമെന്ന് പറയും. അത്ര ചെറുതാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇതിൻ്റെ കുറുക്കിൽ മഞ്ഞ ഷെയ്ഡ് പോലെ കാണുന്നത് അതിൻ്റെ കുറുക്കിൽ ചെറിയൊരു മുറിവ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. അതാണ് ഒരു മഞ്ഞ കളറിലൊരു ആ മരുന്നിൻ്റെ കളറാണ്. മുറിവെല്ലാം നല്ല കരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ മുറിവൊന്നുമില്ല. പിന്നെ നല്ല ക്യൂട്ടാണ് കേട്ടോ. ഈ 3 പപ്പി കുഞ്ഞുങ്ങൾ നല്ല ക്യൂട്ടുള്ള നല്ല രസമുള്ള പപ്പികളാണ്. ആവശ്യമുള്ളവർ എന്നെ തീർച്ചയായിട്ടും വിളിക്കുക. എത്രയും വേഗത്തിൽ വിളിക്കുക. നിങ്ങൾക്കിത് ഈ വീഡിയോ മാത്രമല്ല, നിങ്ങൾക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസും പെട്ടെന്ന് കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബെല്ലൈക്കനോട് അമർത്തണം. സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ബെല്ലൈക്കനോട് അമർത്തിയാൽ മാത്രമേ നമുക്ക് ഈ നമ്മളെ ഈ വീഡിയോസ്, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക്
ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് വീഡിയോ കാണാനും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എൻ്റെ നിന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി കുറച്ച് പ്രാവുകളാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മെയിലാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രാവുകളാണ്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഇന്നത്തെ വീഡിയോയിൽ ഇടാമെന്ന് വിചാരിച്ചു. എന്നും പ്രാവ് മാത്രം അല്ലെങ്കിൽ എന്നും വേറെ ഓരോരോ വെറൈറ്റീസായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു കുറച്ച് പ്രാവും കുറച്ച് കോഴിയും കുറച്ച് ഇങ്ങനെ പട്ടിയെല്ലാം ഒരുമിച്ച് ഇടാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നും 3 കൂടെ കലർത്തിയുള്ളൊരു വീഡിയോ ഇട്ടു. ഇതെല്ലാം മെയിലാണ്, അത്യാവശ്യം നല്ല റിസൾട്ടുള്ള പ്രാവുകളായിരിക്കും. നമുക്കിതൊന്നും പറത്താൻ പറ്റത്തില്ലാത്ത പാടായിരിക്കും. ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് നമുക്ക് പറത്താൻ ഉപയോഗിക്കാം. നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ തിരുവനന്തപുരം മുതൽ നമുക്കങ്ങ് കാസർഗോഡ് വരെ ട്രാൻസ്പോർട്ടേഷൻ്റെ സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും പ്രാവുകൾ ആവശ്യമുള്ളവർ വിളിക്കാം, പട്ടിക്കുഞ്ഞിന് ആവശ്യമുള്ളവർക്ക് വിളിക്കാം. അതുപോലെ തന്നെ ഫാൻസി കോഴി ആവശ്യമുള്ളവർ വിളിക്കാം. ഞാൻ ഇതിലൊന്നും വില നമ്മൾ കാണിക്കുന്നില്ല, കാര്യം വില ഇടാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മേടിച്ചിട്ടാണ് കേട്ടോ. ഇനി ഈ ചാനലിനോട് അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ മെനക്കേട്. ഫസ്റ്റ് ചാനൽ വളരെ സന്തോഷത്തോടെ ചെയ്ത് വന്നതായിരുന്നു, പക്ഷേ അത് പോയപ്പോൾ അത്യാവശ്യം വിഷമമുണ്ടായിരുന്നു. ഇത് അങ്ങനെ കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് വിലയൊന്നും ഇടാത്തത്. ആവശ്യമുള്ളവർ തന്നെ വിളിച്ചാൽ മതി. എന്തായാലും വില കുറവായിരിക്കും, നല്ല വില കുറച്ചാൽ തരാൻ ഉദ്ദേശിക്കുന്നത്, വില കുറച്ച് കിട്ടും. ഇതെല്ലാം കാണുന്ന പറവയുടെ കുഞ്ഞുങ്ങളാണ്, 2 പറവയുടെ കുഞ്ഞുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ അടുത്തുള്ള സ്നേഹത്തെ എനിക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇതുവരെ ചെയ്ത എല്ലാ സഹകരണത്തിനും സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. താങ്ക് യു വെരി മച്ച്. ഇനി മറ്റൊരു വീഡിയോ, മനോഹരമായ മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗത്തിൽ കാണാം. അതുവരെ നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു.